കേരളയിൽ നടപ്പാക്കുമെന്ന് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പിന്നാലെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരളയിൽ വിരുദ്ധ സമരസമിതി. പദ്ധതി പൂർണ്ണമായും വേണ്ടെന്ന് വയ്ക്കണമെന്നാണ് അവരുടെ ആവശ്യം. അതല്ല, പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വരെ സ്വാധീനിക്കും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ വിരുദ്ധ സമിതി തയ്യാറെടുക്കുന്നു. ഈ സ്റ്റോറിയിലേക്ക്. പ്രതിഷേധത്തെ തുടർന്ന് സർവേ നടപടികൾ നിർത്തിവെച്ചെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ്. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് സർവേ നടപടികളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയത്. കൂടാതെ കേന്ദ്ര സർക്കാരും മുഖം തിരിച്ചതോടെ പദ്ധതി പാതിയടഞ്ഞ അവസ്ഥയിലായിരുന്നു. റെയിൽവേയും കേരളയിൽ പ്രായോഗികമല്ലെന്ന് പറഞ്ഞതോടെ വലിയ ആശ്വാസമായിരുന്നു കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്ക്. എന്നാൽ വീണ്ടും ആശങ്കയുടെ കരിനിഴൽ വീണിരിക്കുകയാണ് ഇവരുടെ മുകളിൽ. ബജറ്റിൽ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചതോടെ സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. കാരണം ഇത് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു പദ്ധതിയാണ്. ജനങ്ങൾക്ക് ഒരു തീരുമാനത്തിലും താല്പര്യമില്ല. അത് തൃക്കാക്കരെ ജനം അത് തൃക്കാക്കരെ കാണിച്ചു കൊടുത്തതാണ്. എങ്കിലും ഗവൺമെന്റ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലടക്കം അനിശ്ചിതകാല നിരാഹാര സമരം ഇപ്പോഴും നടക്കുന്നുണ്ട്. ബജറ്റ് കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്കും സമരക്കാർ കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. അപ്രായോഗികമായ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം സജീവ ചർച്ചയാക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് എന്തുകൊണ്ടാ എന്നുള്ള ചോദ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഇന്നത്തെ കേരളത്തിന് താങ്ങാൻ കഴിയാത്തൊരു പദ്ധതിയാണ് കേരളയിലെന്നാണ് ഈ സമരക്കാരുടെ ഇപ്പോഴുമുള്ള വാദം. പദ്ധതിക്കായി ആരിറങ്ങിയാലും ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് അവരുടെ തീരുമാനം. കേൾക്കാം അവർ നൽകിയ പ്രതികരണങ്ങൾ. കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടുത്തെ 44 നദികളെയും കായലുകളെയും തോടുകളെയും കീറി മുറിച്ച് തണ്ണീർത്തടങ്ങളെ ഇല്ലാതാക്കി കേരളത്തെ താറുമാറാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ വളരെ അനിവാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, സാമൂഹ്യ പ്രതിബദ്ധത. എടുക്കുന്ന നയങ്ങൾ തങ്ങളുടെ തന്നെ ഭരണം കൊണ്ട് പാപ്പരായി പോയ നാട്ടിലെ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു മിനിമം പരിഗണന ഗവൺമെന്റിന് ഉണ്ടാകേണ്ടതുണ്ട്. ഉറപ്പായിട്ടും വികസന പദ്ധതികളിൽ കേരളം എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ യാത്രാ ക്ലേശം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. കാരണം ഒത്തിരി സമയം എടുത്ത് നമ്മൾ തിരുവനന്തപുരം ടു കാസർഗോഡൊക്കെ പോകുമ്പോഴത്തേനും ഒത്തിരി സമയം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ കേരള പോലുള്ള പദ്ധതികൾ വരുമ്പോൾ സമയനഷ്ടം കുറച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ യാത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ 5 മണിക്കൂറൊക്കെ കോട്ടയം ടു തിരുവനന്തപുരമൊക്കെ വരും. അപ്പം കേരള പോലുള്ള പദ്ധതികൾ വരും. ഈ സമയം കുറച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ എത്താനായിട്ട് സാധ്യതയുണ്ട്. അത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാവരുത് എന്നൊരു പോയിന്റ് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.